യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. എഫേസ്യ ലേഖനം 5-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യൻസ് ചാപ്റ്റർ 5:50. ബി കെയർഫുൾ എന്ന് എഴുതിയിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി. അങ്ങനെ പ്രവർത്തിക്കാത്തവർ അജ്ഞാനികൾ. ഞാൻ അത് വളരെ നല്ല ഭാഷയിൽ അജ്ഞാനികൾ എന്നൊക്കെ എഴുതിയേക്കുന്നു. ഡു നോട്ട് ബി ഫൂൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ. മൂലഭാഷയിൽ അങ്ങനെ തന്നെ. ആരാകല്ല? ബുദ്ധിയില്ലാത്തവരാകല്ല, മൂഢന്മാരാകല്ല, പൊട്ടന്മാരാകല്ല. അങ്ങനെ തന്നെ സിമ്പിൾ ഭാഷയിൽ. അപ്പോൾ പൊട്ടന്മാരാകല്ല, നിങ്ങൾ ആരായിത്തീരണം? ജ്ഞാനികളായിത്തീരണം. ജ്ഞാനികൾ എങ്ങനെയാണ് ജ്ഞാനികളായിത്തീരേണ്ടത്? സമയം എന്ത് ചെയ്യണം? ഒന്ന്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 15-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ഹല്ലേലൂയ നടക്കണം. ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ. നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. 10 ബുദ്ധിയുള്ള കന്യകമാർ മണവാളിന് വേണ്ടി കാത്തിരുന്നു. ഫോക്കസ് മാറിപ്പോയി. അല്പം ഒന്ന് മയങ്ങിയേക്കാം. എല്ലാവരും ഒന്ന് മയങ്ങി. പക്ഷേ സ്തോത്രം, തീ കെടുവാൻ അനുവദിച്ചില്ല. അവരെന്ത് ചെയ്തു? ശക്തമായിട്ട് അവർ വീണ്ടും എഴുന്നേറ്റു. പക്ഷേ 5 ബുദ്ധിയില്ലാത്ത കന്യകമാർ അവരിതൊന്നും അറിഞ്ഞില്ല. മണവാളൻ വന്നു, ചേർത്തു, തൻ്റെ ജനത്തെ ചേർത്ത് പോയി. ഇന്നും ഈ അന്ത്യനാളുകൾ ലോത്തിൻ്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ ആയിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഒട്ടും സമയം കളയുവാനോ ഫോക്കസ് മാറിപ്പോകുവാൻ പറ്റത്തില്ല. സാത്താൻ നമ്മുടെ ഫോക്കസ് മാറി, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ ശരീരം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഞങ്ങളുടെ കാര്യം. ഈ ഞങ്ങളും മക്കളും എത്ര നാളുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ നമ്മുടെ കുടുംബവും എൻ്റെ ശരീരവും എൻ്റെ മക്കളും എൻ്റെ ശരീരത്തോടുള്ള ബന്ധം എത്ര നാളുണ്ട്? ഞാൻ മരിക്കുന്നവരെയല്ലേ, കാഹളവുന്നവരെ. ഇനി എൻ്റെ കുടുംബത്തോടുള്ള ബന്ധം എത്ര നാളുണ്ട്? മക്കളോടുള്ള ബന്ധം എത്ര നാളുണ്ട്? കാഹളം ഊതുന്നവരെ. ഈ നമ്മൾ മരിക്കുന്നതിന് മുമ്പേ കാഹളം ഊതുന്ന അറിയാമോ? ഉടനെ ഒന്നും കർത്താവ് വരത്തില്ലേ അല്ലേ? നല്ല പ്രത്യാശയുള്ളവർ. സ്തോത്രം. ഇതിനാ ഹോപ്പ് എന്ന് പറയുന്നില്ലേ? പ്രൈസ് ലോർഡ്. സ്തോത്രം. മയങ്ങിപ്പോയിരിക്കുകയാണ് ദൈവമക്കളെ. നമ്മളൊക്കെ ജീവനോടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വരും. ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങൾക്കൊക്കെ എംഫസിസ് കൊടുക്കുന്നത്. അജ്ഞാനികളാകലേ, ജ്ഞാനികളായിട്ട്. സ്തോത്രം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ 1-2 വാക്യം വായിച്ചു. ഒന്നുകൂടെ വായിക്കാം. കൊലോസ്യൻസ് ചാപ്റ്റർ 4, 5 and 6. 4-ന്റെ 5ഉം 6ഉം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പുറത്തുള്ളവരോട്. നമ്മളിവിടെ അകത്തുള്ളവർ ദൈവമക്കളാണ്. ദൈവമക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തല്ലോ പുകഴ്ത്തുകയും പൊക്കുകയും സന്തോഷം പറയുകയും ഒന്നും വേണ്ട. നമ്മൾ ഐക്യതയോട് നിൽക്കുക, സ്നേഹത്തോട് നിൽക്കുക. പക്ഷെ പുറത്തുള്ളവരോട് നമ്മൾ അവരെ കർത്താവിലേക്ക് ആകർഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് ഓൾ മീക്ക്നെസ്സിൽ, എല്ലാ സൗമ്യതയോടുകൂടി, ജ്ഞാനത്തോടുകൂടി, കൃപയോടുകൂടി. നമ്മൾ മാഗ്നറ്റ്സാണ്. ഈ മാഗ്നറ്റിന് പവർ ഇല്ല, പിന്നെ എന്നെ കാന്തം എന്ന് വിളിക്കാൻ പറ്റുമോ? കർത്താവിലേക്ക് ആകർഷിക്കുന്ന മാഗ്നറ്റ്സാണേ. അത് ആ മാഗ്നറ്റ് എത്രത്തോളം പവർഫുള്ളാണോ, സ്ട്രോങ് മാഗ്നറ്റ് ദൂരെ ഇരിക്കുന്നവന് ടോ എന്ന് പറഞ്ഞ് ആകർഷിക്കും. അപ്പോൾ ആത്മശക്തിയാലാണ് നമ്മൾ നിൽക്കുന്നത്. ജ്ഞാനത്താലും ദൈവകൃപയോടുകൂടി. അപ്പം അനേകർ ഇവിടെ എഴുതിയേക്കുന്ന അവസാനത്തെ നാളുകളാണ്. കൊരിന്ത്യർ സഭയോടും പറയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജ്ഞാനികളായിട്ടില്ലേ? സ്തോത്രം. ജ്ഞാനികളായിട്ട് എല്ലാം ഈ 15, 16, 17 വാക്യങ്ങളെല്ലാം ജ്ഞാനികളായിട്ട്. യെസ്. താഴെ 17-ാമത്തെ വാക്യം വായിച്ചു. ജ്ഞാനികളായി തീരുവീൻ. പിന്നെയും പറയുക അജ്ഞാനികളായി തീരൽ. ഇവിടെ പറയുക ബുദ്ധിഹീനരായി തീരൽ. ഇവിടെ എല്ലാം ഇംഗ്ലീഷ് എഴുതിയേക്ക് ഡു നോട്ട് ബി ഫൂൾസ്. നമ്മൾ ഭയങ്കര ജ്ഞാനികളാണെന്ന് വിചാരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫൂൾസായി തീരുന്നത്? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പൊട്ടന്മാർ, ഭോഷന്മാർ, മൂഢരായി തീരുന്നത്? ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ. പുറത്തുള്ളവരോട് നമ്മൾ ദൈവകൃപയോട് ഇടപെട്ടില്ലെങ്കിൽ, സമയം നമ്മൾ കളഞ്ഞാൽ, വി വേസ്റ്റ് അവർ ടൈം. ദൈവം തന്നിരിക്കുന്ന വാല്യുബിൾ ടൈമാണ്. ഈ ഓരോ സൺഡേ വർഷിപ്പ് മാത്രമല്ല ദൈവമക്കളെ, അത് തന്നെ നമ്മൾ എത്ര പേരെ ഒരുക്കത്തോടുകൂടി വരുന്നു നമുക്ക് മാത്രം അറിയാം. പെട്ടെന്ന് ലേറ്റ് ആയെന്ന് വെച്ചാൽ ഓടിച്ചാടിങ്ങി വരുവാണോ, അതോ ശനിയാഴ്ച തൊട്ട് ഹല്ലേലൂയ ഒരുക്കമുണ്ടോ? ഓരോ മീറ്റിങ്ങുകൾ മാത്രം. മീറ്റിംഗ് ഒരു ചേർച്ച് പ്രോഗ്രാമോ അങ്ങനെയൊന്നും അല്ല ദൈവമക്കളെ. നമ്മൾ കൂടിയിരുന്ന് എൻകറേജ്മെൻറ്റ് പ്രാപിക്കുന്ന ഒരു സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, ആത്മാവിൽ ആരാധിക്കുന്ന ദിവസവും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസവും ഒക്കെ നമുക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. വന്നാൽ ദൈവസന്നിധിയിൽ വന്നാൽ മുട്ടുമടക്കിയാൽ വന്നതുപോലെ പോകത്തില്ല, നിറവ് പ്രാപിച്ചേ പോകത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. നിറയ്ക്കാം. ആരുടെ പ്രോമിസാ?
അല്ല, ഇരട്ടി പങ്കാൽ നിറയ്ക്കാം ഇല്ലേ? ചോദിക്കുന്നതിനേക്കാൾ അധികം തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം നിറയ്ക്കാം. നമ്മൾ എത്രത്തോളം വാഞ്ചയോടുകൂടി വരുന്നു അതിൻ്റെ ഡബിൾ ഫില്ലിങ്ങുമായിട്ട് പോകാം എന്നുള്ളത് ഹാലല്ലേ ദൈവത്തിൻ്റെ പ്രോമിസാണ്. സ്തോത്രം. നമ്മൾ ഒരുക്കത്തോടുകൂടി വന്നാൽ മാത്രം മതി. അതുകൊണ്ട് വരാതിരിക്കല്ലേ. ഇവിടെ എല്ലാം ജ്ഞാനികളായി തീരണം എന്ന് പറയുന്നത് സാത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. അവിടുത്തെ ദേവദാസന്മാരൊക്കെ പറയുമായിരുന്നു, നോക്കിയ സ്വാതന്ത്ര്യം കൊടുത്ത് സഭയെ ക്ഷീണിപ്പിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞ സമയമായിരുന്നു. ആ ദേവദാസൻ പറയും. അന്ന് ദൈവമക്കൾ ഉഷാറായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ ഏത് വിധത്തിലും അവരതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. എത്ര ഓടിയിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒന്നുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. അപ്പം ദൈവമക്കൾ ശരിക്കും എന്തുമായിരുന്നു ചെയ്യേണ്ടത്? അവർക്ക് സ്വാതന്ത്ര്യം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, പണ്ട് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. സ്വാതന്ത്ര്യം കൊടുത്ത് സഭയെ ക്ഷീണിപ്പിച്ചു. അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ പണം കുറവുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ കൂടുതൽ തന്ന് നമ്മൾ എന്തു ചെയ്യും? സാത്താന്. അതുകൊണ്ട് എല്ലാ തുറക്കുന്ന വഴിയും ദൈവത്തിൻ്റേതല്ല. എവറി ഓപ്പൺ വേ അല്ല, എവറി ഓപ്പർച്യൂണിറ്റി ഈസ് നോട്ട് ഫ്രം ദ ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് ജ്ഞാനികളായി തീരുക സൂക്ഷ്മതയോടുകൂടി. അലേർട്ടായിട്ട് തീരുക. അങ്ങനല്ലേ? നമ്മളെ കളിപ്പിക്കാനും ശത്രു എന്ത് ചെയ്യും? വാട്ട് ടെക്നിക്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. കളിപ്പിക്കാൻ പല കാര്യങ്ങൾ കാണിക്കും. അതാന്ന് വിചാരിച്ച് നമ്മൾ വെടിവെക്കും, അല്ലെ അതിനോട്ട് പോകും, നമുക്ക് ലാസ്റ്റ് വെടികൊള്ളും. ഇതുപോലുള്ള യുദ്ധതന്ത്രങ്ങളൊക്കെ ഒത്തിരി ഇവർ കണ്ടതാണ്. ഇവർ പല കാര്യങ്ങൾ പറയുമായിരുന്നു, എങ്ങനെയാണ് ജയിച്ചതെന്നും. ഈ ആൾബലമില്ലാതെ, അമ്യുനേഷൻ ഇല്ലാതെ, ആൾബലമുണ്ട് പക്ഷേ അമ്യുനേഷൻ ഇല്ലാതൊക്കെ ഇവർ രാജ്യത്തിൻ്റെ പട്ടാളത്തെ എങ്ങനെ പല കാര്യത്തിൽ ജയിച്ചു. ഓരോ ട്രിക്കുകളൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഇവർക്ക് ഇത്രയും ബുദ്ധിയുണ്ട്, എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് എന്നൊക്കെ ചിന്തിച്ചു പോയി. സ്തോത്രം. അല്ലേ? നമ്മൾ ശത്രുവിനോടുള്ള ഇതൊരു യുദ്ധമാണ്. ഇത് നിങ്ങൾ യുദ്ധ ഫീൽഡൊക്കെ ഒന്ന് പോയി കാണണം. ഇതൊരു യുദ്ധം തന്നെയാണ്. ആണോ? നിങ്ങൾ യുദ്ധത്തിൽ മുൻപടയിലുണ്ടോ? ആർ യു ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ബാറ്റിൽ? ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥാനമാണ്. ഓരോ ദേശത്ത് നമ്മളെ നിർത്തിയിരിക്കുക, ഓരോ കുടുംബക്കാരുടെ മധ്യത്തിൽ നിർത്തിയിരിക്കുക. യുദ്ധം അയൽവക്കക്കാരോടോ കൂട്ടുകാരോടോ കുടുംബക്കാരോടോ അല്ല. ആരെങ്കിലും നമ്മളോട് വല്ല ദോഷമായി ചെയ്ത് നമ്മൾ ശത്രു എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടല്ല. യുദ്ധം അനേകരെ സത്യവചനത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്ന ആ സാത്താനോട്. അനേകരെ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിൽ നിന്ന് വിഗ്രഹത്തെ ആരാധിക്കുകയും ഓരോ മൂർത്തികൾ, അതിൻ്റെ ബന്ധനങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, നേർച്ച കാഴ്ചകൾ എന്നുള്ള ക്രിയകളാലുള്ള ആചാരങ്ങൾ. പുതിയ നിയമം എന്തുവാ പറയുന്നത്? ക്രിസ്ത്യാനികളോടുള്ള വചനം എന്തുവാ? ഒരു നേർച്ച കാഴ്ചകൾ, ക്രിയ, ആചാരങ്ങൾ, ഇതിലൊന്നും ആരും നീതീകരണം പ്രാപിക്കത്തില്ല. ഇത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ. നോട്ട് ബൈ വർക്ക്സ് ബട്ട് ബൈ ഫെയ്ത്ത്. ഇവിടെ നീതീകരണം പ്രാപിക്കണമെങ്കിൽ, ഇവിടെ ആത്മീയമായിട്ട് വളരണമെങ്കിൽ എങ്ങനെയാണ്? വിശ്വാസത്താൽ. ഇത് കർത്താവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ചില ദിവസം പറഞ്ഞു ഫെയ്ത്ത് രണ്ട് വട്ടം ഒന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും വിശ്വാസം പറ്റില്ല. ഇത് അനുഭവിച്ച് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം. ഈ ശത്രു കോൺഫിഡൻസ് അതേ മക്കളെ. എൻ്റെ അപ്പച്ചൻ എന്നോട് കൂടുണ്ട്, എൻ്റെ അപ്പൻ എന്നോട് കൂടുണ്ട്, എൻ്റെ അപ്പൻ എന്നോട് കൂടുള്ളിടത്തോളം ഒരു പിശാചും എന്നെ ഒന്നും ചെയ്യത്തില്ല. അവിടെ പെറുപെറുക്കാനൊന്നും നമുക്ക് തോന്നത്തില്ലല്ലോ, അവിടെ കംപ്ലൈൻറ്റ് പറയാൻ തോന്നത്തില്ലല്ലോ. അവിടെ ഒരു കോൺഫിഡൻസിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഇല്ലേ, ഒരു സമാധാനമാണ്. കാര്യം കർത്താവ് എന്നെ ചിറകിൻ കീഴിൽ മറച്ചിരിക്കുക. ഹല്ലേലൂയ. എന്ത് ദൈവം അനുവദിച്ചാലും അതിന് സ്തോത്രം. അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു കോൺഫിഡൻസ്. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. സ്തോത്രം. പല ഉപദേശത്തിൻ്റെ കാറ്റിനാൽ, പല ചിന്തകളാൽ, പല ഇഷ്ടങ്ങൾ, പല പ്ലാൻ, പല പദ്ധതി, എല്ലാ നമുക്ക് പ്ലാൻ ചെയ്തൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കർത്താവിന് വേണ്ടി ചെയ്താൽ കർത്താവ് പറയും, നീ വലിയ മിടുക്കനല്ലേ സാംസ, നീ അങ്ങ് ചെയ്തോ. അതൊന്നും ദൈവനാമ മഹത്വത്തിനായിട്ട് തീരത്തില്ല. അതൊന്നും ആരെയും ഹല്ലേലൂയ ആത്മീയമായിട്ട് ബലപ്പെടുത്തില്ല, ആരെയും സ്വർഗ്ഗരാജ്യത്തിന് ഒരുക്കത്തില്ല. ഞാൻ എന്തുവാ ശരിക്കും, ഞാൻ എൻ്റെ എക്സാമ്പിൾ അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്തുവാ ശരിക്കും എന്നെ കർത്താവ് ഉപയോഗിക്കണമേ. ബൈബിൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വായിച്ച പോലെ ഹല്ലേലൂയ, യൂസ് മീ ആസ് എൻ ഇൻസ്ട്രുമെൻ്റ്, ഒരു പാത്രമായിട്ട് കർത്താവേ, കർത്താവിന് പ്രയോജനമുള്ള, കർത്താവിന് മഹത്വത്തിന് കാരണമായി തീരുന്ന ഒരു പാത്രമായിട്ട് എന്നെ യോഗ്യമായി ശുദ്ധീകരിക്കണേ, യോഗ്യമാക്കണേ, ഉപയോഗിക്കണേ. എൻ്റെ ദൈവം എന്തുവാ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണം? ദൈവം അനുവദിക്കാത്ത ഒരു കാര്യം ഇനി ആര് പറഞ്ഞാലും നമ്മൾ എന്തു പറയണം? മനുഷ്യർ പിണങ്ങുമായിരിക്കും. നോ, ഐ കാൺട്ട് ഡു ഇറ്റ്, മൈ ലോർഡ് ഈസ് നോട്ട്. ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന ദൈവ ഇഷ്ടം എന്തെന്നിട്ട് നോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ വിൽ ഓഫ് ദ ലോർഡ്. നമ്മളെ പറ്റിയുള്ള ദൈവ ഇഷ്ടം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു അടുപ്പമാണ്.
കർത്താവിനോട് നമ്മുടെ അപ്പനോടും അമ്മയോടും അടുക്കുമ്പോഴല്ലേ അവരുടെ ഇഷ്ടം എന്തുവാ, അവരുടെ മനസ്സിലിരിക്കുന്ന എന്തുവാ നമുക്കറിയത്തുള്ളൂ. അടുപ്പമില്ലാത്ത മക്കൾക്ക്, സ്വാർത്ഥരായ മക്കൾക്ക് അവർക്കിതൊന്നും അറിയണ്ടായല്ലോ. അവരെന്നും അവർക്ക് അവരുടെ വിഷയം, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പനെ അമ്മയോട് പോയി എനിക്ക് വേണം എന്താണ് ഇങ്ങനെ തോണ്ടിയിട്ട് എനിക്ക് വേണം. ഇതാണോ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം? ദൈവേഷ്ടം എന്തെന്ന് അറിയണമെങ്കിൽ കർത്താവിനോട് അടുക്കണം ദൈവമക്കളെ. ഒത്തിരി സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കണം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് കേൾക്കുവാൻ. 18-ാമത്തെ വാക്യം, ഇവിടെ എഴുതിയേക്കുന്ന വീഞ്ഞു കുടിച്ച് മത്തരാകല്, പക്ഷേ അതിൻ്റെ പകരം ആത്മാവിനാൽ നിറയണം. നമ്മൾ വിചാരിക്കും ഈ എഫെസോസിലെ സഭയോട് എന്തിനാണ് വീഞ്ഞു കുടിച്ച് മത്തരാകലെന്നൊക്കെ പറയുന്നത്? ലോകം എങ്ങനെയാണ്? വേറൊന്നുമില്ല, എൻജോയ്മെൻറ്റ് പാർട്ടി. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരു റോമൻ ഗവൺമെൻറ് അധീനതയിലുള്ള സ്ഥലം, ഒരു റോമൻ കൾച്ചറാണ് അവിടെ ഉള്ളത്. എഫെസോസ് അല്ലേ, റോമിൽ നമുക്കറിയാം, ഗ്രീസ് അല്ലെങ്കിൽ പാരീസ്, അവിടെയൊക്കെ എന്തിനാണ് ഫേമസ്? തൊട്ടടുത്ത ഫ്രാൻസ് അല്ലെങ്കിൽ വീഞ്ഞും പെണ്ണുങ്ങളും. പാരീസിലൊക്കെ പണ്ട് തൊട്ട് പപ്പയൊക്കെ പറഞ്ഞു, ബെൽജിയത്തിൽ പഠിക്കാൻ പോയപ്പോൾ പപ്പ ഒരു ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോയത്. കാര്യം വന്ന് ഇറങ്ങിയപ്പോഴേ ആരാണ്ടൊക്കെ ചെറുപ്പക്കാർ സഹോദരിമാർ വിളിച്ചുകൊണ്ട് ബിയർ വാങ്ങിച്ചു തരാമോ, ഓരോന്ന് വാങ്ങിച്ചാൽ വലിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് അറിയാൻ വേണ്ടി ഒരു ബൈബിൾ എടുത്തിങ്ങനെ ഒരു ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചു, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ പറയുന്നത്, കൊണ്ടുപോകാൻ കാര്യം അല്ല, ജീവിക്കാൻ പറ്റത്തില്ല. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും പെണ്ണുങ്ങളെല്ലാം മോശമായിട്ട് കിടക്കുക, ആണുങ്ങളെല്ലാം കുടിച്ച് മത്തരായി എവിടേക്കോ കിടക്കുക. ഇത് മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. പാരീസിൻ്റെ പ്രത്യേകത. ഞാനിത് പറയുന്നത് 76-ലെ കാര്യമാണ്, 75-76-ലെ കാര്യം. അപ്പം ആ കാലഘട്ടത്തിൽ അതാണെങ്കിൽ ഇപ്പോഴത്തെയൊക്കെ അവസ്ഥ എന്തുവാ? ഈ നമ്മുടെ ആൾക്കാർ, ഈ കുഞ്ഞുങ്ങൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോട്ട് എത്തിസ്റ്റായ ഇതുപോലുള്ള ഈ കൊച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലോട്, ഇതിൻ്റെ അയലൊക്കെ രാജ്യങ്ങളോട് മൈഗ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയുണ്ടെങ്കിൽ പേരൻസ് അങ്ങോട്ട് അയക്കാവേ, അല്ലെങ്കിൽ പിന്നെ ആ പോയ പോക്ക പിന്നെ അതിൻ്റെ പൊടി പോലും കാണത്തില്ല ഉള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രമാൽ. പിന്നെ ഇരുന്നിട്ട് 100 പാസ്റ്റർമാർ, 1000 പാസ്റ്റർമാർ, അല്ല 10,000 പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കൃപയോടുകൂടി ഇപ്പോൾ ഒരു ദൈവദാസൻ പോയാൽ പോലും നിലനിൽക്കാൻ പറ്റാത്ത രാജ്യങ്ങളാണ്. ഞാൻ പോയാൽ പോലും ഒന്ന് പേടിക്കണം, നിലനിൽക്കാൻ പറ്റാത്ത അതുപോലത്തെ രാജ്യങ്ങളാണ്. അവിടുത്തെ ഒരു പാപത്തിൻ്റെ സ്പിരിറ്റ് അതാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ എഫെസോസിൽ ലോകമനുഷ്യർ എപ്പോഴും പാർട്ടിയാണ്. വീഞ്ഞ് കുടിക്കുക, വീഞ്ഞ് എൻജോയ്മെൻറ്റ്. അപ്പോൾ ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റ് പാർട്ടി പ്രോഗ്രാംസ് അതിലാണെങ്കിൽ നമ്മളുടെ എൻജോയ്മെൻറ്റ് ഇവിടെ എഴുതിയേക്കുന്നത്, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് മത്തരായ ആ എൻജോയ്മെൻറ്റ്, ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റിലേക്ക് പോകല്, പകരം നിങ്ങളുടെ സന്തോഷം എന്തായിരിക്കണം? ആത്മാവിൽ നിറയ്ക്കുക. നമ്മൾ ലോകത്തിൻ്റെ ബുദ്ധി വെച്ച് നോക്കിയാൽ നമുക്ക് പല എൻ്റർടൈൻമെൻറ്റ്സ്, ലോകത്തിൽ സന്തോഷം തരുന്ന പല കാര്യങ്ങളുണ്ട്. അറിയാതെ ബൈബിൾ വായിക്കുന്നതിനേക്കാളും നമുക്ക് സന്തോഷം തരുന്ന ഒത്തിരി ലോകത്തിലെ വിഷയങ്ങൾ അറിയാതെ അങ്ങനെ ആയിപ്പോവുക. ആത്മാവിലിരുന്ന് ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേരോടിരുന്ന് പഠിക്കുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നല്ലോ, അവർക്കത് കേൾക്കുമ്പോൾ ഒരു വലിയ വിഷമം. കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ മൊബൈലിൽ ഇരുന്നോളാൻ പറഞ്ഞാൽ വലിയ സന്തോഷം, കമ്പ്യൂട്ടറിൽ ഇരുന്നോളാം. പഠിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞാൽ ഇവരുടെ ഒരു എന്നൊക്കെ പറഞ്ഞൊരു ഇളകുന്ന കാണണം. വൈഫൈ ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. എന്തോ എൻ്റെ കാരണം. ഇനി എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായാൽ ലോകത്തിലെ പല കാര്യങ്ങളാണ് ആത്മാവിൽ നിറയുന്നതിനേക്കാൾ സന്തോഷം തരുന്നെങ്കിൽ എൻ്റെ സ്പിരിച്വൽ പൊസിഷനാണ്. എൻ്റെ പെട്രോൾ ടാങ്ക് പോലോ എന്തെങ്കിലും ഒരു വോളിയം ടാങ്ക് പോലെ ഞാൻ ആത്മാവിൽ ക്ഷീണിതനാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിലെ എൻ്റർടൈൻമെൻറ്റ്സ് അതിൽ സന്തോഷം തരുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറിപ്പോവുക. നമ്മൾ അതുപോലെ അതിൻ്റെ അകത്ത് കാണുന്നവരെ, അതിൻ്റെ അകത്ത് കേൾക്കുന്ന ലോകമനുഷ്യരെ പോലെ ആയിത്തീരുവാൻ ശ്രമിക്കും. ലോകത്തിലെ ട്രെൻഡ്, അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ പല കാര്യങ്ങൾ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. പകരം നിങ്ങൾക്ക് കർത്താവിൻ്റെ മണവാട്ടിയായിട്ടാണോ വിളിച്ചിരിക്കുന്നത്? ബെല്ലടിക്കുമ്പോൾ, കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടണോ? എല്ലാ സ്നാനപ്പെട്ടവരും പോകത്തില്ല, എല്ലാ പാസ്റ്റർമാരും പോകത്തില്ല, എല്ലാ അപ്പോസ്തലന്മാരും പോകത്തില്ല എന്ന് ബൈബിള് പറയും. ഞാനല്ല, ബൈബിള് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തവർ ആ നാളിൽ കഥ മുട്ടിയിട്ട്, ഞാൻ ഇത് ഇത്രയും വലിയ ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്തില്ല. യേശു എന്തോ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ചുമ്മാ സമയം കളയാതെ എൻ്റെ അടുത്തുനിന്ന് വിട്ടിട്ട് ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയും എന്ന് വചനത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനേക ദൈവദാസന്മാർ പോലും അവിടെ എത്തത്തില്ല. ദൈവമക്കളെ, 40 വർഷം ശുശ്രൂഷ, ഞാൻ പലപ്പോഴും ഓർക്കും, 40 വർഷം ശുശ്രൂഷ ചെയ്തത്. ആദ്യം ശുശ്രൂഷയ്ക്കുള്ള ട്രെയിനിങ്, പിന്നെ ശുശ്രൂഷ 40 വർഷം ചെയ്തു. 80 വർഷം ദൈവത്തിന് വേണ്ടി നിന്ന മോശ കനാനെത്തിയില്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളുമാണോ ദൈവത്തിന് വലുത്? മോശ
എത്രത്തോളം നമ്മളാരും 80 വർഷം അത്രയും പ്രായമില്ലല്ലോ, ആയി വരുന്നതല്ലേ ഉള്ളൂ ചിലർ. അത്രയൊന്നും ശുശ്രൂഷ ചെയ്തിട്ടില്ലല്ലോ. 80 വർഷം ശുശ്രൂഷ ചെയ്ത മോശ കനാനിലെത്തിയില്ല. ഒരു അനുസരണക്കേട് അവസാനം ഉണ്ടായി കനാനിലെത്തിയില്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങളൊന്ന് ചിന്തിച്ചോ. നീ ദൂരെ നിന്ന് കണ്ടോ, പക്ഷെ നീ എന്ത് ചെയ്യത്തില്ല? അത് പറയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവിൻ്റെ ഭവനത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് അല്ലെങ്കിൽ റീച്ചിങ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ എത്തിക്കുന്നത്. ബുദ്ധിയുള്ളവരായി തീരുക, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക. അതൊക്കെ ആയിരിക്കണം ഫോക്കസ്. നോ ദ വിൽ ഓഫ് ദ ലോഡ്, ലിവ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ദ ലോഡ്. ഒരു ബോർഡൊക്കെ എഴുതി റൂമിൽ അങ്ങ് തൂക്കിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കർത്താവേ എനിക്കിങ്ങനെ ഒരു പ്ലാനുണ്ട്, ദൈവഹിതമാണോ, ദൈവം എന്നെ അനുവദിക്കുന്നു, പ്രാർത്ഥിക്കുവാൻ വി ആർ റെസ്പോൺസിബിൾ. നമുക്കതിന് ദൈവഹിതം അല്ലെങ്കിൽ ഇനി അത് എത്ര ലാഭമുള്ളതും പ്രയോജനമുള്ളതും എനിക്ക് വേണ്ട കർത്താവ്, ദൈവഹിതം അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ, അത് പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു മനസ്സുണ്ടായിരിക്കണം. 18-ാമത്തെ വാക്യം. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. അപ്പൊ ലോകത്തിൽ സന്തോഷം വേണ്ട, ആത്മാവിൽ നിറഞ്ഞ് ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിൽ സന്തോഷിക്കാൻ. രണ്ട് ടൈപ്പ് ഓഫ് എൻജോയ്മെൻറ്റ്. ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിൻ്റെ സന്ധിയിൽ സന്തോഷിക്കുക. ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റ് ഇവിടെ പറയുന്ന അനുസരിച്ച് പാർട്ടി എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇത് സ്തോത്രം കുറച്ചിട്ട് എവിടെ വളരണം? യെസ്, ഹല്ലേലൂയ. ആത്മാവിൽ ആത്മീയ ഗീതങ്ങൾ പാടി ആത്മാവിൽ ആരാധിച്ച്. ഞാൻ വളരെ വിഷമത്തോടുകൂടി ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ നാളുകളൊക്കെ ദൈവദാസന്മാരുടെ മക്കൾ, സാധാരണ വിശ്വാസികൾ പോട്ടെ, പെന്തക്കോസ്തൽ വിശ്വാസികൾ പോട്ടെ, ഒത്തിരി വിശ്വാസികൾ പലയിടത്തുനിന്ന് വിളിച്ച്, കൊച്ചി എറണാകുളത്തുണ്ട്, ഞങ്ങളുടെ മക്കൾ എറണാകുളത്തുണ്ട്, പാസ്റ്റർ ആരാധനയ്ക്ക് വിളിച്ചോളെന്നൊക്കെ പറയും. നമ്മളപ്പോൾ അവരെ ഫോളോ അപ്പ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ വിളിക്കുന്ന അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. നമ്മളിടയ്ക്കൊന്ന് റിങ് ചെയ്യാനും വാട്സാപ്പിലൊക്കെ ഒത്തിരി നമ്മൾ വിളിച്ചൊന്നും ബുദ്ധിമുട്ടിക്കത്തില്ല. ആരെയും ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുമ്പോൾ ദൈവദാസന്മാരുടെ മക്കൾ, ഞാൻ 1-2 ദൈവദാസന്മാർ ഈ അടുത്ത സമയത്ത്, പത്തനംതിട്ടയിൽ നിന്നൊരു ദൈവദാസനും ബാംഗ്ലൂരിൽ നിന്നൊരു ദൈവദാസനും ഒക്കെ എന്നും ചോദിക്കും, അവരുടെ മക്കൾ ഇപ്പോഴും ഇവിടെ എറണാകുളത്തുണ്ട്, ഒറ്റ ആരാധനയ്ക്ക് പോകത്തില്ല. ഞായറാഴ്ചയല്ലേ ഫ്രീ, ആരെങ്കിലും ഫ്രണ്ട്സ് കറങ്ങാൻ വിളിക്കും, അവർ കറങ്ങാൻ പോകും. ദൈവദാസന്മാരുടെ മക്കളാണ്. അവരുടെ കൂടെ നിന്ന സമയത്ത് സഭയിലെ കാര്യങ്ങൾക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്ത ദൈവദാസന്മാരാണ്. അവരൊക്കെ വല്ലപ്പോഴും ഒന്ന് വരും. എല്ലാ പ്രാവശ്യവും ആരാധന കഴിയുമ്പോൾ ഈ അപ്പന്മാരുടെ വിഷമം നിങ്ങൾ നോക്കുക. അതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അവരാരാധന പാസ്റ്റേ വന്നായിരുന്നു എൻ്റെ മോൻ, ഇവിടെ വന്നില്ല. അയ്യോ അവൻ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഇവിടെ വന്നു, ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് പോയെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ എത്തിയില്ല, ഇവിടെ ആഴ്ചകളായി ഇവിടെ വന്നിട്ടില്ല. അതുപോലെ 2 ദൈവദാസന്മാരുടെ പെൺമക്കളും. ഈ അടുത്ത കാര്യം, നേരത്തെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ 2 ദൈവദാസന്മാരുടെ പെൺമക്കളും. പിന്നെ നമ്മൾ ഈ സ്റ്റേറ്റസൊക്കെ ഇടുന്ന സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഈ ആരാധന അങ്ങോട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ അയ്യോ ഇവർ ആരാൻ്റെ കൂടെ ഐസ്ക്രീം പാർലറിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന കാണാം, ഇവർ ലൂലു കിടന്ന് കറങ്ങുന്ന കാണാം, ഇവർ എവിടെയെങ്കിലുമൊക്കെ. ആരാധന മുടക്കിയിട്ട് ഞാൻ പറഞ്ഞത്, അവർക്ക് എന്തിൽ സന്തോഷമില്ല, ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, അവർക്ക് എന്തിൽ സന്തോഷമില്ല. വർഷിപ്പിന് ദൈവത്തെ ആരാധിക്കുക, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അനുഭവം കേട്ട് ബലപ്പെടുക. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഫീലിങ്ങിന് അവർക്കൊരു സന്തോഷമില്ല, അറിയാതെ അവരുടെ പ്രായം കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഞാനതിനകത്ത് ബ്ലെയിമായിട്ടല്ല പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളാരും അങ്ങനെ അല്ലാതായി തീരട്ടെ. ഏത് ദേശത്ത് ചെന്നാലും ആരാധനയ്ക്ക് കൊടുക്കേണ്ട, അത് ഞായറാഴ്ച മാത്രമല്ല, എനി ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചെല്ലുന്ന സഭകൾ, അവിടെ ചെല്ലുന്ന ദേശത്ത് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഏത് അവസരവും അവരവരുടെ തോളിലെടുത്താൽ ഹല്ലേലൂയ ദൈവം അവരെ മാനിക്കും, ദൈവം അവരെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കും, ദൈവത്തിൻ്റെ നാവായിട്ട് ഉപയോഗിക്കും. അനേകരെ ദൈവസന്ധിയിലേക്ക് കൊണ്ടുവരുവാൻ അവരെ നല്ല സുവിശേഷകരായിട്ട് ആ ദേശത്ത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ആ പോക്ക് പോയി ലോകസ്നേഹത്തിലായിപ്പോയി പിന്നെ അഡ്രസ്സ് ഇല്ലാതായി പോകും. ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടിക്കുന്ന പേരൻസിനോട് ട്രെയിൻ ചെയ്യുവാനായിട്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിലെ ഞായറാഴ്ച കറങ്ങുന്ന സന്തോഷമാണ് അവർക്ക് ഇഷ്ടം ആരാധനയേക്കാൾ. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്രമായി തീരില്ല, ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റ് പകരം ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. കറങ്ങാൻ എളുപ്പമാണ് എന്ന് വെച്ചാൽ ലോകത്തിലെ എൻജോയ്മെൻറ്റിന് എളുപ്പമാണ്. നമുക്കൊരു പ്ലാൻ ചെയ്ത് 1, 2, 3 പോയി. പക്ഷേ ആത്മാവിൽ നിറയണമെങ്കിൽ ദൈവം ഈ പാത്രം യോഗ്യമെന്ന് നോക്കി, ഇത് പരിശുദ്ധ നിറവാണ്. ദൈവത്തിന് 3-ാം വ്യക്തിത്വമാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ്. ആ നിറവ് അങ്ങനെ വെറുതെ കുഞ്ഞു കളിക്കാൻ ആരെങ്കിലും കൊടുക്കത്തില്ല. പഴയ നിയമം ഒരു അഭിഷക്തന് പോലും അവരവിശ്വസ്തരായി തീർന്നപ്പോൾ അവർ അഭിഷേകം തിരിച്ചെടുത്ത എൻ്റെ കർത്താവാണ്. ആദ്യത്തെ അഭിഷക്തനായ ശൗലിൻ്റെ പോലും ആദ്യത്തെ അഭിഷക്തൻ, ഇസ്രായേലിലെ ആദ്യത്തെ അഭിഷക്തനായ ശൗൽ രാജാവായിട്ട് സ്തോത്രം ശൗലിൻ്റെ പോലും കൊടുത്ത അഭിഷേകം തിരിച്ചെടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അഭിഷേകമുള്ളവർ ഓർത്തോണം,
അഭിഷേകത്തിൽ നിലനിൽക്കണമെങ്കിൽ ഹാലല്യ നമ്മൾ നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചോണം. ഹാലല്യ കൂടുതൽ ആത്മനിറവ് പ്രാപിക്കണം. ആത്മനിറവ് പ്രാപിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? അന്യഭാഷയിൽ ആരാധിക്കുന്നത്. 1-2 വാക്യം കൂടി പെട്ടെന്ന്. യെസ്, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു സങ്കീർത്തനങ്ങൾ, ഓരോ കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് പറഞ്ഞ ആത്മീയ ഗീതങ്ങൾ. പാട്ട് പാടുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? സ്പിരിച്വൽ സോങ്സ്. നമ്മളിവിടെ പലപ്പോഴും പാടുമ്പോൾ ഞാനും കുറേയൊക്കെ സെലക്ട് ചെയ്യും ഇങ്ങനെ കുറച്ചുകൂടെ അർത്ഥം. പുതിയ പാട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇന്നാളെ ആരണ്ടൊക്കെ പറഞ്ഞു, പാസ്റ്റർ ഒരു പഴഞ്ചനാണ്, പഴയ പാട്ടുകളാണ് പാടുന്നതെന്നൊക്കെ പറഞ്ഞു. പഴഞ്ചനായതുകൊണ്ടല്ല, അല്ലല്ലോ പുതിയ പാട്ടുകൾ. എനിക്ക് മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ്. പുതിയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, നല്ല ട്യൂണും നല്ല മ്യൂസിക്കും നല്ല ഓർക്കസ്ട്രേഷനൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പം എവിടെയാണെന്നറിയാം, പുതിയ പാട്ടുകൾ പലതിലും, എല്ലാം ഞാൻ പറയുന്നില്ല, പലതിലും എന്നെ മാനിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ കിട്ടും, എൻ്റെ സ്വപ്നമൊക്കെ നടത്തും, നന്മ തരും, ദേശത്ത് മാനിക്കും. ഇത് ഈ വചനത്തിൻ്റെ വ്യവസ്ഥയല്ല. എബ്രഹാമിൻ്റെ ലോത്തിൻ്റെ ഒന്നും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വർഗത്തിൽ പോകത്തില്ല. പ്രമാണം കിട്ടുമ്പോൾ എബ്രഹാമിനെ എങ്ങനെ നടത്തി, ലോത്തിനെ എങ്ങനെ നടത്തി, അതൊന്നും അല്ല. യോസേഫിന് കൊടുത്ത സ്ഥാനം, നമുക്കൊരു സ്ഥാനമുണ്ട്, നമുക്കൊരു വിളിയുണ്ട്. അത് യേശുവിൻ്റെ മണവാട്ടിയായിട്ടാണ് വിളി. അത് ഏറ്റവും ശ്രേഷ്ഠമേറിയ വിളിയാണ്. അത് പഴയ നിയമ ഭക്തരായ എബ്രഹാമിനേക്കാൾ വലിയ വിളിയാണ് യേശു കർത്താവ് പറഞ്ഞു. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയ വിളിയാണ് അതിൽ കൂടി വീണ്ടും ജനം പ്രാപിച്ചു. അപ്പം നമ്മുടെ വിളിയും നമ്മുടെ സ്വർഗത്തിൽ ഇനി വരാൻ പോകുന്ന പൊസിഷൻ, അതാണ് കർത്താവിൻ്റെ ദ ബ്രൈഡ് ഓഫ് ജീസസ്, അല്ല യേശുവിൻ്റെ മണവാട്ടി. അതിൻ്റെയൊക്കെ ഒരു മഹത്വം, ദ ഗ്ലോറി, ദ ഗ്രേറ്റ്നെസ് ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ പിന്നെ ഒരു വിഷയത്തിന് അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന വെറും പാട്ടുകളല്ല, ആത്മീയ ഗീതങ്ങൾ. എല്ലാത്തിനും ഒരു ഫോക്കസ് ഉണ്ട്. പ്രസംഗം എങ്ങനെ ആയിരിക്കണം? നമ്മൾ സൂചിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, അല്ലല്ലോ കിട്ടും, ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാണ്, ഈ വർഷം അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ഐശ്വര്യം, അനുഗ്രഹം. ആർക്കാണ് ഇഷ്ടമല്ലാത്ത? ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ എല്ലാവരും നേർച്ച കാഴ്ചകളോട് പോകുന്ന എന്തിനാ? കാര്യം സാധിക്കാനല്ലേ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ജഡത്തിന് ഇഷ്ടമാണ്, എൻ്റെയും ജഡത്തിന് ഇഷ്ടമാണ്. പ്രൈസിലോട് ആത്മീയ ഗീതങ്ങൾ, ആത്മീയ വചനങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ ആത്മീയമായിട്ട് തീരട്ടെ. നമ്മൾ പറയുന്ന നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മളൊക്കെ പ്രബോധനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അതിന് വേണ്ടിയേ. കർത്താവേ, ഞായറാഴ്ച രാവിലെ പെട്ടെന്ന് നമ്മളിങ്ങനെ തപ്പിപ്രാഴ്ച കിട്ടുന്നത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു 3-4 ദിവസം കൊണ്ട് നമ്മളൊന്ന്, കർത്താവേ, ഒരു ആത്മീയ ദൂത്, അല്ലേ, ആത്മാവിൽ നിറഞ്ഞ് പാടി. യെസ്, താഴോട്ട്. സ്തോത്രം. ഇത് നമ്മളെ ശക്തരാക്കി തീർക്കും. ഈ ആത്മീയ ഗീതങ്ങൾ പാടി ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മളെ ആരാക്കി തീർക്കും? ശക്തരാക്കി തീർക്കും. അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അവൻ ആത്മീയ വർധനവ് വരുന്നു. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് പത്രോസും യോഹന്നാനും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ജനം പറഞ്ഞു, ഇതാ ആ സാധാരണ മനുഷ്യരല്ലേ, ആ പത്രോസും യോഹന്നാനും അല്ലേ? ഇവരിപ്പം പറഞ്ഞ ജ്ഞാനം കണ്ടോ, ഇവരുടെ ധൈര്യം കണ്ടോ, ആ വാക്കുകളൊക്കെ, വാട്ട് എ വണ്ടർഫുൾ പ്രസൻറ്റേഷൻ ഇല്ലേ? സ്തോത്രം. ഇവരെവിടെ പഠിച്ചു? ഇവർ തിയോളജിയും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു ഇല്ലേ? എന്തോ എൻ്റെ വ്യത്യാസം. ഇതേ പത്രോസ് കൊച്ചു കുഞ്ഞിൻ്റെ കൂട്ട് കിടന്ന് കരഞ്ഞത് ആ വെള്ളത്തിൻ്റെ മുങ്ങാൻ പോയ സമയത്ത്. വെള്ളത്തിലാശാനാണ്, പക്ഷേ മുങ്ങാൻ പോയ സമയത്ത് അയ്യോ പേടിച്ചു പോയേ, എന്നെ പിടിച്ചോണേ എന്ന് പറഞ്ഞ പാർട്ടിയാണ് കരയാം. അല്ല, വെപ്രാളത്തിന് ദേഷ്യം വന്നിട്ട് പടയാളിയുടെ വാളും വെട്ടി, കാതും വെട്ടി. അവസാനം കർത്താവ് പോയതിന് ശേഷം പുള്ളി തന്നെ പിന്മാറിപ്പോയെന്നല്ല, ബാക്കിയുള്ള ശിഷ്യന്മാരോട് പറയും, നമ്മൾ ചുമ്മാ എന്തിനു സമയം, നമുക്ക് നമ്മുടെ പഴയ പണിക്ക് പോകാം. കർത്താവും പോയി. കർത്താവ് പറഞ്ഞ പദ്ധതി ഒന്നും ഇനി നടക്കത്തില്ല. നമ്മൾ ഭാവിയെപ്പറ്റി പറഞ്ഞതാണ്, പക്ഷെ അത് മനസ്സിലാകണേ, ആത്മാ നിറവ് പ്രാപിക്കണം. അവരോട് പറഞ്ഞ് അപ്പോഴാണ് എമ്മോസിലെ ശിഷ്യന്മാരെ ഇവരെയൊക്കെ ഒന്ന് ബലപ്പെടുത്തി. അവർ കാത്തിരുന്നു, ശക്തി പ്രാപിച്ചു. ഉയരത്തിലെ ശക്തി പ്രാപിച്ചു, പരിശുദ്ധാത്മാ. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന ലോകത്തിലെ എൻജോയ്മെൻറ്റിനേക്കാൾ ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിൽ നിറഞ്ഞ് ശക്തി പ്രാപിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഈ ആത്മീയ ശുശ്രൂഷകളൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നുന്നേ. ആത്മനിറവുണ്ടെങ്കിൽ ഇത് ജീവനായിട്ട് വ്യാപരിക്കും അല്ലേ? ശക്തി പ്രാപിച്ചോട്ടെ. പൗലോസിൻ്റെയും ശീലാസിനെ പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായം 22-21 വായിച്ച് അവർ ആ ശക്തി ഒന്ന് നോക്കിയേ. അവരുടെ നേരിളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി. നിങ്ങൾക്കറിയാമല്ലോ ഈ ഭാഗം. ഇവരെ വല്ലാതെ അടിച്ചു. ഇവരെ ജയിലറിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ജയിലർ ചോദിച്ച ചോദ്യത്തിനൊന്നും ഇവർക്ക് എന്തു മറുപടി പറയാൻ? ഇവർ ഭയം നിൽക്കുക.
ആത്മീയ ധൈര്യമുണ്ടെങ്കിൽ പോലും ഇവർ വളരെ ക്ഷീണിതരായിട്ട് അടിച്ച് ഇവരെ അവശരാക്കി, ഇവരെ ജയിലിൽ അടച്ചു. ചങ്ങല കാലും കയ്യിലൊക്കെ ആമത്തിലിട്ട് ജയിലിൽ അടച്ചു. ഇവരെ കർത്താവേ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ചത് അവസാനം ഇതാണോ കൊണ്ടത്? നമുക്കൊരു നിരാശ വരത്തില്ല. ഇത് കർത്താവിൻ്റെ ദാസന്മാർക്കൊക്കെ പലപ്പോഴും വല്ലാത്ത പരീക്ഷകൾ കൂടെ കടന്നു പോകുമ്പോൾ വില കൊടുത്ത് വിശ്വസ്തയോടുകൂടി നിന്ന് അനേകർ ഇങ്ങനെ ഒന്നും നിൽക്കാതിരിക്കുമ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയും വില കൊടുത്തിരിക്കുമ്പോൾ ഇതാണോ അവസാനം വന്നെന്നൊക്കെ വരാമായിരുന്നു. പക്ഷേ അവിടെ ഇച്ചിരി കഴിഞ്ഞ അടുത്ത വാക്യങ്ങൾ നിങ്ങൾ 26 വരെ വായിക്കുമ്പോൾ അവർ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. യെസ്, പ്രാർത്ഥിച്ചു, പാടി. അവർ അഭിഷേകം പ്രാപിച്ചായതുകൊണ്ട് പിന്നെ അവരുടെ പാട്ട് എങ്ങനെയാണ് പോയത്? തീർച്ചയായിട്ടും ആത്മീയ ഗീതങ്ങൾ പാടി. ഇവിടെ എഴുതിയിട്ടില്ല, ആത്മീയ ഗീതങ്ങൾ പാടി ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ശക്തരായി. ഹല്ലേലൂയ. ഫൗണ്ടേഷൻ കുലുങ്ങി, ചങ്ങലകൾ മാറി, അവരിറങ്ങി. അവസാനം അവരെ ദൈവം ആരായിട്ട് ഉപയോഗിച്ചു? ലീഡറാക്കി. ആ ജനങ്ങൾക്ക് അവിടെയുള്ള ജയിലിലുള്ളവരെയും കൂടെ അവരാണ് ഗൈഡ് ചെയ്യുന്നത്. അവസാനം ജയിലർ വിചാരിച്ചു തന്നെ കൊല്ലുമല്ലോ ഇവരിറങ്ങിയോണ്ട്. ജയിലറിനെയും ആരാണ് പിന്നെ ഗൈഡ് ചെയ്യുന്നത്? ഇത്രയും ക്രൂരനായ, ഇത്രയും അടിച്ച ജയിലറിൻ്റെ അടുത്ത് പോലും രക്ഷ പ്രാപിപ്പാൻ നീയും നിൻ്റെ കുടുംബവും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടാനും സ്നാനപ്പെടാനും ഒക്കെ വന്ന് അല്ല. അപ്പോൾ ജയിലറിനോട് പോലും ഓഫീസേഴ്സിനോട് പോലും സുവിശേഷം പറയുവാൻ ആത്മാവിൽ പാടി ഇത്രയും വീക്കായിട്ടിരുന്നപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പാടി സ്തുതിച്ചപ്പോൾ അവരെത്രത്തോളം ശക്തരായി. നിങ്ങൾ മനസ്സിലായോ? പാട്ട് ട്യൂണിലല്ല, പാട്ടിലൊക്കെ വചനമുള്ളതായിരിക്കണം, പ്രത്യാശ തരുന്നതായിരിക്കണം, ശക്തി തരുന്ന. നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്ത പാട്ടുകൾ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പാടുമ്പോൾ എന്ത് സംഭവിക്കും? പൗലോസും ശീലാസും ആത്മശക്തി പ്രാപിച്ച്, ധൈര്യം പ്രാപിച്ച്, ഒരു കപ്പാസിറ്റി വന്ന് അവർ പിന്നെ ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അവരാണ് പിന്നെ ലോകമനുഷ്യരോട് പറയുന്നത്. ഓഫീസറിനോട് പോലും എന്ത് ചെയ്യണമെന്ന് പറയുന്ന ആരാണ്? ഇവരാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന റീചാർജ് എന്തുവാ? പാടി സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. ആത്മാവിൻ്റെ ശക്തിയിലും ആത്മാവിൻ്റെ ആരാധനയിലും പവറുണ്ടോ ദൈവമക്കളെ? വെറും വിടുതലുണ്ടെന്നല്ല, വെറും വിടുതലല്ല, ശക്തരാക്കി തീർക്കും. നമ്മൾ ഈ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബലഹീനരായ നമ്മളെ എന്താക്കി തീർക്കും? ശക്തരാക്കി തീർക്കും. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്ന എന്തുവാണ്? ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം. വലിയവനായ ദൈവത്തിന്, സ്വർഗീയ പിതാവിനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. എല്ലാത്തിനും എന്ത് ചെയ്യണം? അതിനാ പാട്ടുകൾ, മ്യൂസിക്കിനല്ല പാട്ടുകൾ. എല്ലാറ്റിനും എല്ലായ്പ്പോഴും ഹല്ലേലൂയ. ഏത് അവസ്ഥയെക്കൂടെ കടത്തിവിട്ടാലും താങ്ക് യു ലോർഡ്. പാടുവാൻ, പ്രൈസ് പാടുവാൻ, കഷ്ടതയിൽ കൂടി പോകുമ്പോൾ പാടി സ്തുതിക്കുവാൻ, പ്രതികൂലങ്ങൾ കൂടി പോകുമ്പോൾ പാടി സ്തുതിക്കുവാൻ, ജോലി ചെയ്യുമ്പോൾ പാടി സ്തുതിക്കുവാൻ, വല്ലാത്ത പിരിമുറുക്കത്തിന് അനുഭവം വരുമ്പോൾ പാടി എന്ത് ചെയ്യണം? ജോലിയുടെ ലോഡ് കൂടുമ്പോൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ? ജോലിയുടെ ലോഡ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? സഹോദര പ്രൈസ് 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. ഉറങ്ങുകയും വേണ്ട ഇവർക്കൊന്നും. അല്ല, ഇവർക്ക് ഭയങ്കരമായിട്ട് വർക്കഹോളിക്സ് ആയി പോകുന്ന ചില സഹോദരന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ജോലി ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്, സിംഗ് സ്പിരിച്വൽ സോങ്സ്. അല്ല, പാടി സ്തുതിക്കണം. അപ്പം നമ്മൾ ഈസി ആയി തീരും കാര്യങ്ങൾ. എന്തായി തീരും? യെസ്, ഓരോ കാര്യങ്ങൾ എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പാടി സ്തുതിക്കുക. എന്തിനാണ് പാടി? ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 എടുത്ത് വായിച്ചത്. എന്തിനാണ് നമ്മൾ പൊതുവെ പാടി സ്തുതിക്കുന്നത്? കൊലോസിയൻസ് 1:12-13. വിശുദ്ധന്മാർ വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും. ഞാൻ സമയം ചുരുക്കോണ്ട് ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ വായിക്കുക. എനിക്ക് രക്ഷ തന്ന ലോർഡ് ഹൂസ് ഗിവൻ മീ സാൽവേഷൻ, ലോർഡ് ഹു ഡെലിവേർഡ് മീ. എനിക്ക് വിടുതലും എനിക്ക് രക്ഷയും തന്ന ദൈവത്തെ ഞാൻ എന്ത് ചെയ്യും? സങ്കീർത്തനങ്ങൾ വായിച്ചാൽ മുഴുവനും എൻ്റർ ഇൻടു ഹിസ് പ്രസൻസ് വിത്ത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരേണ്ടത്. അത് വ്യക്തിപരമായ പ്രാർത്ഥനയാണെങ്കിലും സഭയിലെ കൂട്ടങ്ങളാണെങ്കിലും എന്ത് ചെയ്യണം? പാട്ടോടുകൂടി. വെറും ട്യൂൺ അല്ല ദൈവമക്കളെ. താങ്ക്സ് ഗിവിങ് എവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റർ ഇൻടു ഹിസ് പ്രസൻസ് വിത്ത് താങ്ക്സ്. താങ്ക്സ് ഗിവിങ്. അപ്പം നന്ദി കരയേറ്റുക, പാട്ടല്ല. പ്രൈസ്. ആ പാട്ട് എന്തായിരിക്കണം? എങ്ങനെ എന്നെ നടത്തിയാലും സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും ഒരു നന്ദിയുള്ള ഹൃദയത്തോടുകൂടി പാടുവാൻ. ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് എന്ന് എഴുതിയേക്കുന്നത്. ദൈവത്തിന് സ്തുതിക്കുന്നത് എത്ര നല്ലതാ. ഓരോ കാരണങ്ങൾ, സങ്കീർത്തനങ്ങൾ മുഴുവൻ നമുക്കറിയാം. ഓരോ കാരണങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന. യെസ്, 1 Corinthians 15:57.
യേശുക്രിസ്തു മുഖാന്തരം Yes. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജയം തന്ന ഐ പ്രൈസ് ആൻഡ് താങ്ക് ദ ലോർഡ് ഹൂസ് ഗിവൻ മീ വിക്ടറി. എനിക്ക് ജയം തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ജയം കിട്ടാത്തവർക്ക് പാടാൻ സ്തുതിക്കുവാൻ കഴിയത്തില്ല. അതല്ല എൻ്റെ അർത്ഥം. പെറുപെറുപ്പ് കംപ്ലയിൻസ് ഉള്ളവർക്ക് പാടാൻ കഴിയത്തില്ല. നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരാധന നാവിൽ നിന്നല്ല, ശബ്ദമല്ല, ട്യൂണല്ല. ഹല്ലേലൂയ. ചിലർക്ക് കുറച്ചുകൂടെ അവരുടെ ത്രോട്ട് ട്രെയിൻഡ് ആയിരിക്കും പാടാൻ, ചിലർക്ക് അത്ര ട്രെയിൻഡ് അല്ല. ഞാൻ ഹല്ലേലൂയ പലരെയും പഠിച്ചെടുത്തു മനസ്സിലാക്കിയത്തോളം എല്ലാവർക്കും എന്തുണ്ട്? പാടാൻ നല്ല ശബ്ദമുണ്ട്. ജസ്റ്റ് ട്രെയിൻ യുവർ ത്രോട്ട്. താളത്തിൽ കൊട്ടാൻ കൈ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പാടുവാൻ ഈ സംസാരിക്കുന്ന തൊണ്ടയുടെ ഒരു ഭാഗമുണ്ട്, ഒരു റഫ് ഭാഗവുമുണ്ട്, ഒരു സ്വീറ്റ് ഭാഗവുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഭാഗം പാടാൻ ഉപയോഗിക്കല്ല. ഒത്തിരി ലോയിൽ പാടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇച്ചിരി ഒന്ന് ഹൈയിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊണ്ടയിൽ തന്നെ എന്തുണ്ട്? ഒരു നല്ല ഭാഗമുണ്ട്. ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമക്കളെ. വോക്കൽസൊക്കെ പഠിപ്പിക്കാൻ പോകുന്നവരെ അവിടെ ആ എക്സസൈസസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അല്ല, അപ്പം നന്നായിട്ട് തന്നെ പാടുക. ട്രെയിൻ യുവർ ത്രോട്ട്. അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പാടിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് സാധാരണ സ്ലീപ്പർ ട്രെയിനിലാണ് വന്നത്. അപ്പം നല്ലപോലെ ജനലിൽ കൂടെ തണുപ്പെല്ലാം കൂടെ അടിച്ച് ഞാൻ നോക്കിയപ്പോൾ രാവിലെ പുതപ്പില്ലാഞ്ഞ് 2 ദേവദാസന്മാർ അവരും തലയിൽ കൂടെ തണുത്ത് ശരിക്കും അങ്ങ് വിറച്ചു. കാറ്റടിക്കുക, ജനലൊക്കെ അടയ്ക്കാൻ നോക്കിയിട്ട് ഒന്നും ബ്ലോക്ക് ആകുന്നില്ല. ഞാനും എൻ്റെ സൈഡിലെ ജനൽ ഒന്ന് അടച്ചു, ഒന്ന് ബ്ലോക്കായിട്ടും അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം കാറ്റടിച്ചു. 1 മണി വരെയൊക്കെ ഇങ്ങനെ ഇരുന്നു. അവസാനം ഞാനും തലയിൽ കൂടെ ഒക്കെ തോർത്തൊക്കെ എടുത്ത് ഷീറ്റൊക്കെ എടുത്ത് തലയിൽ കൊണ്ടിട്ടു. ആ 1 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ തൊണ്ട ഫുള്ളടഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ രാവിലെ ഒരു പാസ്റ്റോട് പറഞ്ഞു, എൻ്റെ ദൈവമേ തൊണ്ട പോയല്ലോ, പക്ഷേ ഈ പാടാൻ എന്ത് പറ്റി? ഇതൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് കൃപ തരും. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുക, എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ, തൊണ്ട അടഞ്ഞല്ലോ, എല്ലാം ബ്ലോക്കായല്ലോ. സ്തോത്രം. ഇത് ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ നമ്മുടെ ശരീരം ആരാധനയ്ക്കോട്ട് ഒരുങ്ങും. സ്തോത്രം. ഹൃദയമാണ് നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്റർ, മെയിൻ സ്വിച്ച് ഇല്ലേ, മെയിൻ കൺട്രോൾ യൂണിറ്റ്. എന്തുവാ സജീവ് പറയാം, കാറിൻ്റെ ECU ഇല്ലേ, കാറിൻ്റെയൊക്കെ ഇലക്ട്രോണിക് മെയിൻ കൺട്രോൾ യൂണിറ്റ് എന്തുവാ? അത് മെയിൻ യൂണിറ്റാണ്. അതാണ് തീരുമാനിക്കുന്നത് ഓരോ ഇഞ്ചക്ഷന്, ഓരോ വാൽവിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ടൈമിംഗ് എല്ലാം തീരുമാനിക്കുന്നത് ആ ECU എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ എത്രത്തോളം ലോകസ്നേഹം വേണം, ദ്രവ്യാഗ്രഹം വേണം, എൻ്റെ സുഖം വേണം, എത്രത്തോളം ഞാൻ ദൈവത്തോട് അടുക്കണം, എത്രത്തോളം എൻ്റെ കാര്യങ്ങൾ മറന്ന് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ സമർപ്പണവും തീരുമാനവും ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളിയോടുള്ള പൂർണ്ണ അനുസരണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഈ ഹൃദയത്തിൻ്റെ അകത്താണ്. എൻ്റെ കാര്യം നടക്കണോ, കർത്താവിൻ്റെ കാര്യം നടക്കണോ? ഷുഡ് ഐ ബി സെൽഫിഷ്? അന്ത്യകാലത്ത് എങ്ങനെയായി തീരും ജനങ്ങൾ? കർത്താവ് പറഞ്ഞിരിക്കുക, അന്ത്യകാലത്ത് ജനങ്ങൾ സ്വസ്നേഹികൾ, സെൽഫിഷ്. മനസ്സിലായല്ലോ? അങ്ങനെ ആയിത്തീരും. പിന്നെ ഒന്നുമില്ലെങ്കിലും ഭയങ്കര പൊങ്ങച്ചമാണ്, വമ്പ് ബോസ്റ്റേഴ്സ്, പ്രൗഡ് എന്നൊക്കെ പല ട്രാൻസ്ലേഷൻ. സ്വാർത്ഥര്, സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവരും ദ്രവ്യാഗ്രഹികളും, അങ്ങനല്ലേ? ലവേഴ്സ് ഓഫ് മണി. ബാക്കിയൊക്കെ മറന്നുപോയോ? യെസ്, അല്ലല്ല. അന്ത്യകാലത്ത് ഇങ്ങനായി തീരും, ദ്രവ്യാഗ്രഹികളായി തീരും. ദൈവമക്കളും പലരുമായി തീരുന്നു, ദൈവദാസന്മാരായി തീരുന്നു. നമ്മൾ ആ പിടിയിൽ, സാത്താൻ്റെ പിടിയിൽ വീഴാതെ എന്ത് ചെയ്യണം? പ്രൈസ്. അവൻ ഹൃദയത്തിലാണ് ഇതെല്ലാം ഹല്ലേലൂയ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഹൃദയത്തിൽ നിന്നാണ് ആരാധന ഉയരേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിലെ ആരാധന ഹല്ലേലൂയ എങ്ങനെയാ എന്നൊന്ന് പറഞ്ഞിട്ട്, വെളിപ്പാട് പുസ്തകം 7:12 7:12. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. ഓൾ ഗ്ലോറി, ഹോണർ, താങ്ക്സ് ഗിവിങ്. സ്തോത്രം എന്നോട് എഴുതിയിട്ടില്ലേ? സ്തോത്രത്തിൽ തീർന്നു, പക്ഷേ മൂലഭാഷയിൽ ഇംഗ്ലീഷിലൊക്കെ താങ്ക്സ് ഗിവിംഗ് എഴുതിയിരിക്കുന്നത്. അവിടെ എല്ലാം സ്തോത്രം ചെയ്യുവീൻ, ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹി ഈസ് ഗുഡ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതുകൊണ്ട് അവനോട് കർത്താവിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുവീൻ. ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. മനുഷ്യരോടല്ല നമ്മുടെ നന്ദി, മനുഷ്യരെ അല്ല സന്തോഷിപ്പിക്കേണ്ടത്. അവിടെയൊക്കെയാണ് ബൈബിൾ പറയുന്നത് ജ്ഞാനമുള്ളവരായി തീരണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ലേ, പാമ്പിനെ പോലെ ജ്ഞാനവും ചെന്നായ്ക്കയുടെ മുമ്പിൽ പ്രാവിനെ പോലും. വേറൊരു ഭാഗത്ത് എഴുതിയേക്കുന്നു ചെന്നായ്ക്കയുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ. അല്ലെങ്കിൽ ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യത്തിൽ പ്രാവിനെ പോലും നിഷ്കളങ്കം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ പൊട്ടരാന്നല്ല. സാത്താൻ്റെ ഒരു പണി ആരിൽ കൂടി വന്നാലും മക്കളെ, ആ അരി ഇവിടെ എന്ത് ചെയ്യത്തില്ല,
ഇവിടെ നടക്കത്തില്ല. ഇറ്റ്സ് നോട്ട് ഗോൺ ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഞാൻ അങ്ങനെ ഐ എം നോട്ട് ഗോയിങ് ടു ബി ഈസിലി ഇൻഫ്ലുവൻസ്ഡ്. ആരെങ്കിലും പറഞ്ഞ് കേട്ടൊന്നും മാറാൻ പോകുന്നില്ല. കർത്താവ് എനിക്കൊരു നല്ല നിശ്ചയം തന്നിട്ടുണ്ട്. എൻ്റെ വിളിയെപ്പറ്റി, എൻ്റെ കുടുംബത്തിനാട്ട്, എൻ്റെ പേരൻസിനാട്ട്, സഹോദരങ്ങൾക്കാട്ട്, സഭയ്ക്കാട്ട്, ആൾക്കാർ ആര് മാറിപ്പോയാലും എന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെടുത്തിയ വ്യക്തിയൊക്കെ പോയൊരു സമയം ഞാൻ ഓർക്കും, ശുശ്രൂഷയിൽ കൊണ്ടത്. അതൊക്കെ നമ്മളെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കുമെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ബന്ധം ആരുമായിട്ടാണ്? യേശുവുമായിട്ടാണ്. അല്ലേ? അതുകൊണ്ട് പ്രൈസ് ലോർഡ്, ആ ബന്ധം ഒരു നിത്യബന്ധം. ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം, അതിനെ കോട്ടം വരുവാൻ ആൾക്കാരെന്നെ പുകഴ്ത്തിയില്ലേലും കുഴപ്പമില്ല, മാനിച്ചില്ലേലും കുഴപ്പമില്ല, കൂടെ നിന്നില്ലേലും കുഴപ്പമില്ല, കാഹളം ഊതുമ്പോൾ എനിക്ക് എടുക്കപ്പെടണം. അല്ലെ, എനിക്കൊരു നിത്യ അഡ്രസ്സുണ്ട്. പ്രൈസ്, എൻ്റെ ഫോക്കസ് മുഴുവനും യേശുവിനെ കൂടി നിത്യം വസിക്കുവാണ്. അവിടെ ആത്മീയ ഗീതങ്ങൾ പാടി, ആത്മീയ വചനങ്ങൾ ധ്യാനിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ വർദ്ധിച്ചു പോയിട്ട് ദൈവം ഈ വചനത്താൽ നിങ്ങളെല്ലാവരും ബലപ്പെടുത്തട്ടെ.